പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ തന്നെ, തീരാത്ത പ്രശ്നങ്ങൾ. ഒരു കമന്റ് ഇട്ടതിന് 1,00,000 രൂപ. എന്താ അല്ലേ? നമ്മൾക്കും കിട്ടും 1,00,000 രൂപ. എങ്ങനെയാണെന്നല്ലേ? നമ്മൾ സോഷ്യൽ മീഡിയയിൽ പലരും കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ അതിൽ ഒരുപാട് ബാഡ് കമന്റ്സ് ഇടുന്നത്. അത് വായിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രക്കും അറപ്പായിട്ടുള്ള കാര്യങ്ങൾ വരെ കമന്റിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തി ആരാണെന്ന് ഞാൻ പറയുന്നില്ല. ആ ഒരു വ്യക്തി മോശമായിട്ടുള്ള ഒരു കമന്റ് ഒരു പോസ്റ്റിന് താഴെ ഇട്ടു. അതിനുശേഷം അതിലൊരു സ്ക്രീൻഷോട്ട് എടുത്തു. അവർ അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുത്തിട്ട് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. കുറച്ച് നാളുകൾക്ക് ശേഷം ആ ഒരു വ്യക്തി ആരാണെന്ന് മനസ്സിലാവുകയും ആ ഒരു വ്യക്തിയെ പിടിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ മാപ്പ് പറയാമെന്നുള്ള സിറ്റുവേഷനിൽ ആ ഒരു വ്യക്തി മാപ്പൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ ഇട്ട ഒരു വളരെ മോശമായ കമന്റ് ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ് അങ്ങനെയുള്ള പലരും ആ ഒരു കമന്റ് കണ്ടു. അതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ ഒരു വ്യക്തിക്ക് അയച്ചു കൊടുക്കുകയും ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. മാനസികമായിട്ട് തളരുകയാണ് ആ ഒരു വ്യക്തി ചെയ്തത്. അതിനുള്ള നഷ്ടപരിഹാരം ചോദിക്കുകയും ആ ഒരു നഷ്ടപരിഹാരത്തിന്റെ വില എന്ന് പറയുന്നത് 1,00,000 രൂപയാണ്. 1000 രൂപ വരെ തിരിച്ച് അടക്കാൻ കഴിയാത്ത ആ ഒരു വ്യക്തി, ആ ഒരു പയ്യന് 1,00,000 രൂപ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. പണിക്ക് പോകാത്ത ആ പയ്യൻ പണിക്ക് പോയി 1,00,000 രൂപ തിരിച്ചടക്കേണ്ട ആ ഒരു ഗതിയിലെത്തിയിരിക്കുകയാണ്. ഈ ഒരു കഥ സത്യമാണോ കള്ളമാണോ, അതോ നടന്നതാണോ നടക്കാത്തതാണോ, അങ്ങനെയുള്ള ചിന്തകൾ ഒഴിവാക്കിയിട്ട് എന്താണോ സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുക. പിന്നെ ഒരു കാര്യം, മോശമായ കമന്റ് ഇടുന്ന, നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാരോടാണ് നിങ്ങൾ അങ്ങനെ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫേക്ക് അക്കൗണ്ട് ആക്കിയിട്ട് അതിലൂടെ മാത്രം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കമന്റ് ഇടാൻ ശ്രമിക്കുക. ഇത് പറയാൻ കാരണം ഓരോ വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അത് നഷ്ടപ്പെടാൻ സാധിക്കില്ല. അവർക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് ചെയ്യുക എന്നതാണ്. പക്ഷേ മുന്നേ പറഞ്ഞ ആ സ്റ്റോറിയിലുള്ള പയ്യനും ഫേക്ക് അക്കൗണ്ടിൽ വഴിയാണ് കമന്റ് ഇട്ടത്. അവനെയാണ് പൊക്കിയത്, അവനാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്. എന്തായാലും എന്ത് ചെയ്താലും പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ തന്നെ, തീരാത്ത പ്രശ്നങ്ങൾ.